ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സോഷ്യോളജിയുടെ ചാപ്റ്റർ 6 സോഷ്യൽ സ്ട്രക്ചർ, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ്സ്, അതിൻ്റെ പാർട്ട് 2. എന്താണ് സോഷ്യൽ പ്രോസസ്സ്? സാമൂഹ്യ പ്രക്രിയകൾ. സോഷ്യൽ പ്രോസസ്സ് ആർ ദ വേസ് ഇൻ വിച്ച് മെൻ ഇൻട്രാക്ട് ആൻഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ്. വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള പരസ്പര പ്രവർത്തനങ്ങളുടെ വിവിധ രീതികളാണ് സാമൂഹ്യ പ്രക്രിയകൾ. അതിലൂടെ ഇറ്റ് ക്രിയേറ്റ്സ് ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പ്രക്രിയയാണിത്. ഇതിൽ ഓൾ ദീസ് പ്രോസസ് ടേക്ക് പ്ലേസ് ഇൻ ദ ഫോം ഓഫ് കോഓപ്പറേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. സഹകരണം, മത്സരം, സംഘട്ടനം എന്നീ പ്രക്രിയയിലൂടെയാണ് ഇത്തരം പ്രക്രിയകൾ, സാമൂഹ്യ പ്രക്രിയകൾ നടക്കുന്നത്. സോഷ്യൽ പ്രോസസ് റെഫർ ടു ആക്ഷൻസ് ടേക്കൺ ബൈ ഇൻഡിവിജ്വൽസ് ഇൻ വേരിയസ് വേയ്സ് വിതിൻ ദ കൺസ്ട്രെയിൻറ്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. അതായത് വ്യക്തികളുടെ പെരുമാറ്റത്തെ, അതായത് സാമൂഹ്യ ഘടനയുടെ പരിധിയിൽ നിന്നുകൊണ്ട് വ്യക്തികളുടെ ചില പെരുമാറ്റ രീതികൾ, അതാണ് സാമൂഹ്യ പ്രക്രിയകൾ. സോഷ്യോളജിസ്റ്റ് സീക്ക് ടു എക്സ്പ്ലെയിൻ ദീ സോഷ്യൽ പ്രോസസ് ഇൻ ടേംസ് ഓഫ് ആക്ച്വൽ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് സൊസൈറ്റി ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലൂറലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി സൊസൈറ്റി. സാമൂഹ്യ ശാസ്ത്രജ്ഞർ ഈ സാമൂഹ്യ പ്രക്രിയകളെ മനസ്സിലാക്കുന്നതിന് രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് കൊണ്ടുവരുന്നത്. സംഘട്ടനവാദ സിദ്ധാന്തങ്ങൾ, കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ്, നിർവഹണവാദ സിദ്ധാന്തങ്ങൾ, അതായത് ഫങ്ഷണലിസ്റ്റ് തിയറി. ദ കോൺഫ്ലിക്റ്റ് തിയറീസ് ആൻഡ് ദ ഫങ്ഷണലിസ്റ്റ് തിയറീസ് ആർ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ടു അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് രണ്ടും സാമൂഹ്യ സ്ഥാപനങ്ങളെ വ്യത്യസ്തമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ബട്ട് ദേ ഹാവ് ദ യുണാനിമസ് ഒപ്പീനിയൻ അബൌട്ട് ദ സോഷ്യൽ പ്രോസസ് കോഓപ്പറേഷൻ. എന്നാൽ കോഓപ്പറേഷനെക്കുറിച്ച്, സഹകരണത്തെക്കുറിച്ച് ഇവർക്ക് ഒരു ഏകാഭിപ്രായമാണ് രണ്ട് തിയറിസ്റ്റിനും ഉള്ളത്. ബട്ട് ബോത്ത് കാൾ മാർക്സ് ആൻഡ് ഡർക്കീം, കാൾ മാർക്സ് കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റാണ്, ഡർക്കൈം ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റാണ്, ഒപ്പൈൻ ദാറ്റ് ഹ്യൂമൻ ബീയിങ് ഹാവ് ടു കോഓപ്പറേറ്റ് ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ്. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് മനുഷ്യൻ പരസ്പരം സഹകരിക്കേണ്ടി വരുമെന്ന് കാൾ മാർക്സും എമിൽ ഡർക്കീമും ഒരേപോലെ തന്നെ അഭിപ്രായപ്പെടുന്നു. ദ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ഈസ് ദാറ്റ് ഇൻ സൊസൈറ്റീസ് ആർ ഡിവൈഡഡ് ബൈ കാസ്റ്റ് ഓർ ക്ലാസ് ഓർ പാട്രിയാർക്കി. അതായത് സം ഗ്രൂപ്പ്സ് ആർ ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ്. ജാതി, വർഗം, പുരുഷ മേധാവിത്വം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ അവശത അനുഭവിക്കുന്നു, വിവേചനം അനുഭവിക്കുന്നു എന്നാണ് കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റ് പറയുന്നത്. ബട്ട് ഡോമിനൻറ്റ് ഗ്രൂപ്പ് സസ്റ്റെയിൻ ദിസ് അൺഈക്വൽ ഓർഡർ. മേധാവിത്വ ജാതികൾ അല്ലെങ്കിൽ പ്രബല വിഭാഗങ്ങൾ ഈ ഒരു അൺഈക്വൽ ഓർഡർ ഇത് തുടരുവാൻ ആഗ്രഹിക്കുന്നു. ബൈ സീരീസ് ഓഫ് കൾച്ചറൽ നോംസ്. അവരെ കുറേ സാംസ്കാരിക മാനദണ്ഡങ്ങൾ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ബലപ്രയോഗം നൽകിക്കൊണ്ട്, ചിലപ്പോൾ ഹിംസ ഉപയോഗിച്ചിട്ട് തന്നെ ഈ അസമത്വ വ്യവസ്ഥ നിലനിർത്തുന്നു. ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദ സിസ്റ്റം റിക്വയർമെൻറ്റ് ഓഫ് സൊസൈറ്റി. ഈ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് ചില ഉപാധികൾ ആവശ്യമാണെന്ന് ഫങ്ഷണലിസ്റ്റ് വ്യൂസ് സൂചിപ്പിക്കുന്നു. ഇനി എന്തൊക്കെയാണ് സോഷ്യൽ സിസ്റ്റത്തിലെ ഈ നിലനിൽപ്പിന് ആവശ്യമായ സിസ്റ്റംസ്? ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് സോഷ്യൽ സിസ്റ്റംസ് certain requisites are necessary. അവ ഏതൊക്കെയാണ്? ദ സോഷ്യലൈസേഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ്. പുതിയ അംഗങ്ങളെ സാമൂഹ്യവൽക്കരിക്കുകയാണ്, തങ്ങളുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പഠിപ്പിച്ച് സമൂഹത്തിലെ രീതികളിലേക്ക് കൊണ്ടുവരുന്നു. രണ്ടാമത്തേത് ഷെയർഡ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. പരസ്പരം വാർത്താവിനിമയ സമ്പ്രദായമുണ്ട്, അതിലൂടെ ഓരോ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നു. ദ മെത്തേഡ് ഓഫ് അസൈനിങ് ഇൻഡിവിജ്വൽ ടു റോൾസ്. ഓരോ വ്യക്തികൾക്ക് അവരുടെ പങ്കുകൾ ഏൽപ്പിക്കുന്നു. നിൻ്റെ ജോലി ഇതാണ്, നിൻ്റെ റോൾ ഇതാണ്, അതുകൊണ്ട് നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. അക്കോർഡിംഗ് ടു ദ ഫങ്ഷണലിസ്റ്റ്, കോഓപ്പറേഷൻ, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ഓൾ സൊസൈറ്റി. ഫങ്ഷണലിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ സഹകരണം, മത്സരം, സംഘടനമൊക്കെ എല്ലാ സമൂഹത്തിലും ഉള്ളതാണ്, എല്ലാ സമൂഹത്തിൻ്റെയും സവിശേഷതകളാണ്. The main aim is to sustain and therefore conflict get dissolved without much complication. സമൂഹത്തിൻ്റെ മുഖ്യ ലക്ഷ്യം സാമൂഹ്യക്രമം നിലനിർത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെ മത്സരം, സംഘടനമൊക്കെ ഉണ്ടാകുന്നുവെങ്കിലും അതൊന്നും വലിയ പ്രശ്നമില്ലാതെ പരിഹരിക്കപ്പെടുന്നുണ്ട്.
MacIver and Page define social process as a continuous change taking place in a definite manner within the social structure. മാക്ഐവറും പേജും പറയുന്നത് സാമൂഹ്യ പ്രക്രിയയെ നിർവചിക്കുന്നത് അവരിങ്ങനെയാണ്: സാമൂഹ്യ ഘടനയ്ക്കുള്ളിൽ ഒരു പ്രത്യേക രീതിയിലൂടെ നിരന്തരമായ മാറ്റം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഇവയെല്ലാം. ഇനി സോഷ്യൽ പ്രോസസ് ആർ ദസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ. അതായത് ഒരു സാമൂഹ്യ ഇടപെടലിൻ്റെ ഉപോൽപ്പന്നമാണ് സോഷ്യൽ പ്രോസസ്സ്, സാമൂഹ്യ പ്രക്രിയ. അതുകൊണ്ട് തന്നെ ഇതിനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രോസസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ, സാമൂഹ്യ ഇടപെടൽ പ്രക്രിയ എന്നും വിളിക്കാറുണ്ട്. ബട്ട് ബോത്ത് കാൾ മാർക്സ് ആൻഡ് എമിൽ ഡുർക്കെയ്ം പെർസ്യൂം ദാറ്റ് human beings have to cooperate meet their basic needs and produce and reproduce themselves and their world. എന്നാൽ കാൾ മാർക്സും എമിൽ ഡുർക്കെയ്ം പറയുന്നത് മനുഷ്യൻ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും അവരുടെ ലോകത്തെയും ഉൽപ്പാദിപ്പിക്കുന്നതിനും പുനരുൽപ്പാദിപ്പിക്കുവാനും സഹകരിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്കുമായി ഉടനെ എത്താം. താങ്ക് യു.